എന്നെ നോക്കിയിട്ട് ചിരിക്കുക, സിറാജെ 4 ലക്ഷം പേരൊന്നും അല്ലല്ലോ, 4 പേര് പറഞ്ഞാൽ പോരെ. നമ്മുടെ മുഖത്തൊരു ചിരിയുണ്ട്. 4 പേര് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗം നിർബന്ധമാണല്ലോ. അപ്പൊ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 4 പേര് എന്നെ കുറിച്ച് നല്ലത് പറയും, ഒരു ചിന്ത നമുക്കുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട താത്താമാരെ, ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, കഞ്ചാവ് അടിച്ച് കിടക്കുന്ന ഒരുത്തം പറയാ നീ നല്ലവനാണെന്ന്, സ്വർഗ്ഗം കിട്ടുമോ? കിട്ടൂല. ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ട 4 പേര് പറയണം. ആരെയെങ്കിലും കൊണ്ട് പറയിപ്പിച്ചാ പോരാ, പറയേണ്ടവർ പറയണം നീ നല്ലവനാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ കുറിച്ച് പറയേണ്ടവർ പറയണം നമ്മൾ നല്ലവരാണെന്ന്. ആരാ നമ്മളെ കുറിച്ച് പറയേണ്ടതെന്നറിയോ? ആരാ നമ്മളെ കുറിച്ച് പറയേണ്ടതെന്നറിയുവോ? ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ടവർ പറയണം. ചെറുപ്പക്കാരാ, പറയേണ്ടവർ പറയണം. പെങ്ങള്, ആ 4 പേരാരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ നീ അവരുമായിട്ട് പടച്ചവന് ആ സ്നേഹമൊന്ന് നല്ലതുപോലെയാക്ക്, അവരെ ഒന്ന് തയ്യാറാക്ക്. വീട് വെച്ച് കൊടുക്കണോ, പണം കൊടുക്കണോ, സ്വർണം കൊടുക്കണോ, എന്ത് കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഈ 4 പേര് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ അവിടെ നിന്ന് പറയണം, പടച്ചവനെ സിറാജ് നല്ലവനാണ്, തമ്പുരാന് അല്ലാഹുവേ സിറാജ് നല്ലവനാണ്, ഞാനാണ് സാക്ഷി പറയുന്നത്, ഞാനാണ് സാക്ഷി പറയുന്നത് എന്ന് പടച്ചറപ്പിന്റെ മുമ്പിൽ 4 പേര് എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ എനിക്ക് സ്വർഗമുണ്ടെന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ആ 4 പേരാരാണെന്നൊന്ന് പഠിച്ചുകൂടെ? ആ 4 പേരാരാണെന്ന് പഠിക്കണോ? എന്നിട്ട് അവരെ ഒന്ന് കൂടെ കൂട്ട്, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പരിശ്രമിക്ക്. അല്ലാഹുവേ, 4 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞു തരാം ആ 4 പേരാരാണെന്ന്. 4 പറയാന്ന് വാക്കൊന്നും പറയൂല. 12 മണി വരെ സമയമുണ്ട്. അതിന്റെ ഇടയിൽ എന്തെല്ലാം പറയാൻ പറ്റുമോ അത്രയും പറയും. എന്റെ ജോലി വയത് പറയണം, പിരിക്കണം, ദുആ ചെയ്യണം. മികായിൽ ഇസ്ലാമിന്റെ ജോലിയാ. മഴ, ഇടി, മിന്നൽ, കാറ്റ് എല്ലാം എന്റെ ഇല്ല. ഈ വരുന്ന 12 മണിക്ക് മുമ്പ് എല്ലാം പറഞ്ഞു തീർത്തിട്ട് എനിക്ക് പോകാൻ. അതുകൊണ്ട് ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളാരാണ്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കുക. 63ാമത്തെ വയസ്സിലാണ് നബിതങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. നബിതങ്ങൾ 63ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ലോകത്തോട് വിട പറഞ്ഞു. നബിതങ്ങൾ വഫാത്തായ വാർത്ത മദീന മുഴുവനും കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാണ്. നബിതങ്ങൾ വഫാത്തായെന്ന് അറിയുന്നവർ മുഴുവനും നിലവിളിക്കുകയാണ്. അറിയുന്ന ആണാകട്ടെ, പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, കുട്ടികളാകട്ടെ, നബിതങ്ങൾ വഫാത്തായെന്ന് അറിയുന്നവർ മുഴുവനും കരയുകയാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് മസ്ജിദ് നബവിയിലേക്ക് ഓടുകയാ. ഒരു നാട് മുഴുവനും കരയുന്നു. എടോ, നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ നാട് മുഴുവനും കരയാറില്ല. കരയുന്നവനെ സമാധാനിപ്പിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ക്ഷമിക്കുക എന്ന് പറയാൻ ഒരാളുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ, നബിതങ്ങൾ വഫാത്തായപ്പോ കരയല്ലേ എന്ന് പറയാൻ, ഒന്ന് ക്ഷമിക്കണേ എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്തൊരു മനുഷ്യനില്ല. കാരണം എല്ലാവരും കരയുകയാ, എല്ലാവരും കരയുകയാ. പ്രമുഖരായ സ്വഹാബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാട്ടിൽ പോലുമില്ല. നബിതങ്ങൾ വഫാത്താകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാട്ടിലില്ല. പിന്നീടുള്ളത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ ഊരി പിടിച്ച വാളുമായിട്ട് നബിതങ്ങളുടെ വീടിന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും എന്റെ മുത്തുനബി വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കും. ഉമർ തങ്ങൾ സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ നടക്കുന്നു. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ബോധമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തളർന്നു കിടക്കുകയാ. സ്വഹാബാക്കൾ മുഴുവനും വല്ലാത്ത സങ്കടത്തിലാ. ഒരു നാട് മുഴുവനും കരയുന്നു. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വഫാത്ത് തിങ്കളാഴ്ചയാണ് വഫാത്തായതെങ്കിൽ തിങ്കളും കഴിഞ്ഞു, ചൊവ്വാഴ്ചയും കഴിഞ്ഞു, ബുധനാഴ്ച 3 ദിവസം കഴിഞ്ഞിട്ടാണ് നബിതങ്ങളുടെ ജനാസ ഖബറടക്കുന്നത്. അതിന്റെ കാരണം പഠിച്ചവരെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാവില്ല, ഒരു നേതൃത്വമില്ല. എല്ലാവരും സങ്കടത്തില്. ആരാണ് ഖബർ കുടിക്കേണ്ടത്? എവിടെയാണ് ഖബർ കുടിക്കേണ്ടത്? എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരേണ്ടത്? ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? ആരാണ് കഫൻ പൊതിയേണ്ടത്? ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. അങ്ങനെ മദീന മുഴുവനും വല്ലാത്ത സങ്കടത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനത്തേക്ക് കടന്നു വരുന്നത്. അബൂബക്കർ തങ്ങളുടെ പ്രത്യേകത ലോലമായ ഹൃദയത്തിന്റെ ഉടമയാ, വലിയ ധൈര്യമൊന്നുമില്ലാത്ത സ്വഹാബി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അബൂബക്കർ തങ്ങൾക്ക് ഈമാനികമായിട്ടുള്ള ഒരു ധൈര്യം കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബിതങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ വഫാത്തായി എന്ന് മനസ്സിലായി. സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് ഇവിടെ പ്രഖ്യാപിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ നേതാവ് കടന്നു വന്നു. ഒരു പുതിയ നേതാവ് കടന്നു വന്നു. പ്രമുഖരായ സ്വഹാബത്ത് മുഴുവൻ ഒരുമിച്ച് കൂടി അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായിട്ട് അവിടെ നിന്ന് അംഗീകരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ തങ്ങളുടെ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രവാചകൻ എവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടത്. ഇന്ന സ്ഥലത്ത് ഖബർ കുടിക്കണം, ഇന്ന ആൾ ഖബർ കുടിക്കണം, ഇന്ന സ്ഥലത്ത് നിന്ന് വെള്ളം കൊണ്ടുവരണം, എല്ലാ കാര്യങ്ങളും അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വൈകുന്നേര സമയത്തോടു കൂടി പ്രവാചകന്റെ ജനാസ റൗള ശരീഫിന്റെ അകത്ത് ഖബറടക്കി. അങ്ങനെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ ഖലീഫയാവുകയാണ്. അവിടെ നിന്ന് അധികാരം ഏറ്റെടുക്കുകയാണ്. പടച്ചവനെ സമാധാനത്തോടെ ശാന്തിയോടെ അതാ അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് ഭരണം നടത്തുകയാണ്. 3 വർഷവും പടച്ചവനെ 4 മാസമാണെന്ന് ചരിത്രം പറയുന്നു. അതാ അബൂബക്കർ തങ്ങൾ ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർക്ക് തങ്ങൾക്ക് മനസ്സിലായി തന്റെ മരണം അടുത്തു വരികയാണെന്ന്. തന്റെ മരണം അടുത്തു വരുന്നു എന്ന് അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അബൂബക്കർ തങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല. പക്ഷേ ഒരു ടെൻഷൻ ഉണ്ട്. എന്താണ് ടെൻഷൻ എന്നറിയുമോ? അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ.
നബി തങ്ങൾക്ക് അതാ അടുത്ത ഒരു പിൻഗാമിയില്ലാത്തത് കാരണം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നല്ലോ. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് അടുത്ത ഒരു ഖലീഫയുടെ പേര് പറയണം. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവിടെ നിന്ന് പടച്ചവനെ മനസ്സിൽ ചിന്തിക്കുന്നു, ആർക്കാണ് അധികാരം കൊടുക്കേണ്ടത്, അടുത്ത ഖലീഫയായി ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അബൂബക്കർ തങ്ങളുടെ മനസ്സിലേക്ക് ഒരു പേര് കടന്നു വരികയാണ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേര് ഓർമ്മ വരികയാണ്. അടുത്ത ഖലീഫയായിട്ട് ഉമറിനെ തിരഞ്ഞെടുക്കാം, അടുത്ത ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയാം. അബൂബക്കർ തങ്ങൾ ചിന്തിക്കുകയാണ്. പക്ഷേ മനസ്സിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടോ. എന്താണ് ടെൻഷൻ എന്നറിയുമോ? എല്ലാവർക്കും അധികാരം കൊടുക്കാൻ പറ്റൂല. അധികാരം കൊടുക്കുന്നവൻ അവന്റെ ഉള്ളും പുറവും ശുദ്ധമായിരിക്കണം. അതാ അബൂബക്കർ തങ്ങൾക്ക് ഉമർ തങ്ങളുടെ വലിയ പരിചയമില്ല. രണ്ടുപേരും എപ്പോഴും കാണാറുണ്ട്, ഏത് നല്ല കാര്യത്തിനും കാണാറുണ്ട്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. പക്ഷേ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണ് അത് അബൂബക്കർ തങ്ങൾക്ക് അറിയുകയില്ല. പരസ്യവും രഹസ്യവും ഒന്നാകണമോ. നാട്ടുകാരുടെ മുമ്പിൽ മാന്യനാണ്, രാത്രിയായ സ്വഭാവം മാറുകയാണ്. അതുകൊണ്ട് അബൂബക്കർ തങ്ങൾക്ക് ടെൻഷനായി. ഉമറിന്റെ രഹസ്യവും പരസ്യവും അറിയണം. അതുകൊണ്ട് എന്താണ് വഴി? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനേ, എന്റെ മരണം അടുത്തു വരുന്നു. ഉസ്മാൻ, എന്റെ മരണം അടുത്തു വരികയാണ്. അടുത്ത ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാ. അടുത്ത ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഉമറിനെ കുറിച്ച് അറിയില്ല. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, രഹസ്യമായി നോക്കിയാൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഉസ്മാനേ, അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാണ്. ഉസ്മാനും ഉമറും തമ്മിലുള്ള ബന്ധം എന്തെന്നറിയോ? ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും കൂട്ടുകാരാണോ, ചങ്ങാതിമാരാണോ, ഫ്രണ്ട്സുകളാണോ, ചങ്കുകളാണോ? ഒരു കൂട്ടുകാരന്റെ സ്വഭാവം കൂട്ടുകാരൻ അറിയുമല്ലോ, രഹസ്യവും പരസ്യവും അറിയുമല്ലോ. രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നവരാണ്. അതുകൊണ്ട് ചോദിക്കുന്നു, ഉസ്മാനേ, അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, നിന്റെ കൂട്ടുകാരന്റെ സ്വഭാവം എന്താണ്? അവൻ നല്ലവനാണോ, അവൻ നല്ലവനാണോ, മോശക്കാരനാണോ? നീ എനിക്കൊന്ന് പറഞ്ഞു തരാൻ ഉസ്മാൻ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറ മിൻ അലാനിയ. ഉസ്മാൻ തങ്ങൾ നിറകണ്ണുകളോടെ പറയുകയാണ്, ഈ ലോകം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. വല്ലാഹി ഇന്ന സരീറതഹു ഖൈറ മിൻ അലാനിയ. എന്റെ കൂട്ടുകാരൻ ഉമറുണ്ടല്ലോ, എന്റെ കൂട്ടുകാരൻ ഉമറുണ്ടല്ലോ, അവൻ നല്ലവനാണ്, അവൻ നല്ലവനാണ്, അവൻ അല്ലാഹുവെ പേടിച്ച് ജീവിക്കുന്നവനാണ്, അവന്റെ രഹസ്യവും പരസ്യവും നല്ലതാണ്. ധൈര്യമായിട്ട് അവിടെ അധികാരം കൊടുക്കുക. ഉസ്മാൻ തങ്ങൾ ഉമർ തങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആള് നാട്ടുകാരല്ല, കുടുംബക്കാരല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കൂടെ രാവും പകലും നടക്കുന്ന നിന്റെ കൂട്ടുകാരൻ പറയണം നീ നല്ലവനാണെന്ന്, നിന്റെ ചങ്ങാതി പറയണം നീ നല്ലവനാണെന്ന്. പെങ്ങളെ, എവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കുന്ന നിന്റെ ചങ്കു പറയണം നീ നല്ലവളാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നല്ല ചങ്ങാതി എനിക്കുണ്ടോ, നിനക്കുണ്ടോ? അല്ലാഹുവേ, നമ്മൾ കൂട്ടുകാരെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നവർ അവരുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന്, ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്ന്? ഇന്ന് സുബഹിക്ക് പള്ളിയിൽ കണ്ടില്ലല്ലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവനെ ചോദിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, നിങ്ങള് ഏത് കൂട്ടുകാരിയാണ് പടച്ചവനെ കുറിച്ച് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത്? നിന്നെ കുറിച്ച്, നരകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഫ്രണ്ടാരാ? തെറ്റു ചെയ്താൽ തെറ്റാണെന്ന് പറയുന്ന ഫ്രണ്ടാരാ? എടാ ചെറുപ്പക്കാരാ, ചങ്കാണ് ചങ്കാണെന്ന് പറയുമല്ലോ. യഥാർത്ഥത്തിൽ ചങ്കെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം, പടച്ചവനെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ സഹാബിക്ക് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു, ആ സഹാബിക്ക് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എഴുന്നേറ്റ് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു അബീ വഖാസിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. വിളിക്കുന്നു, ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാടാ സഅദ്. ഗാനമേള കേൾക്കാനല്ല, പൂരപ്പറമ്പിൽ പോകാനല്ല, നേർച്ചയ്ക്ക് പോകാനല്ല, കാമുകിയുടെ വീടിന്റെ മുമ്പിൽ കാവൽ നിൽക്കാനല്ല, കടത്തിണ്ണയിൽ പോയിരിക്കാനല്ല. ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാടാ സഅദ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിറക്കുകയാണ്. രണ്ടുപേരും കൂടെ വുളുവെടുത്തിട്ട് ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് പോയി മുസല്ല വിരിച്ചിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ചോദിച്ചു സഅദിനോട്, സഅദ്, ഇന്ന് അവസാനത്തെ രാത്രിയാ സഅദ്, ഇന്ന് ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണ്. നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് നമ്മൾ രണ്ടുപേരും പോകുകയാണ്. ഇനി കാണുമോ എന്നറിയില്ല. അതുകൊണ്ട് നിനക്ക് എന്താണോ വേണ്ടത് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. നിനക്ക് വേണ്ടത് നീ റബ്ബിനോട് ദുആ ചെയ്യ്. ഞാൻ നിനക്ക് വേണ്ടി ആമീൻ പറയാം. എനിക്ക് വേണ്ടത് ഞാൻ ചോദിക്കാം. നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. രണ്ടുപേരും തീരുമാനിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ പറഞ്ഞു, നീ ദുആ ചെയ്യാൻ.
സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞു ദുആ ചെയ്യാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പടച്ചറബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹ്, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഏറ്റവും വലിയ യോദ്ധാവിനെ വേണം എനിക്ക് എതിരാളിയായി തരാൻ. എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്, എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. അല്ലാഹുവേ, ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് നീ എന്നെ ജീവനോടെ മടക്കണേ അല്ലാഹ്. സഅദ് ഇബ്നു അബീ വഖാസ് അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു അവിടെ ആമീൻ പറയുകയാണ്, അവിടെ ആമീൻ പറയുകയാണ്. പടച്ചവനെ അതാ ദുആ ചെയ്തു കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ ദുആ ചെയ്യാം, ഇനി ഞാൻ ദുആ ചെയ്യാം. പടച്ചവനെ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. എന്നാണ് പടച്ചവനോട് ചോദിക്കുന്നതെന്ന് അറിയുമോ? അല്ലാഹുവേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഏറ്റവും ക്രൂരനായ, ഏറ്റവും യോദ്ധാവായ ഒരു എതിരാളി എനിക്ക് തരണം പടച്ചവന്. അവന് കരുണയില്ലാത്തവനാകണം, അവൻ മനുഷ്യത്വമില്ലാത്തവനാകണം. അവൻ എന്റെ കൈ മുറിക്കണം തമ്പുരാന്, എന്റെ കാല് മുറിക്കണം തമ്പുരാന്, എന്റെ ശരീരം മുഴുവനും വെട്ടി നുറുക്കണം തമ്പുരാന്, എന്റെ മൂക്ക് മുറിച്ചെടുക്കണം തമ്പുരാന്, എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് അവന് രണാങ്കണത്തിൽ കെട്ടി തൂക്കണേ അല്ലാ. എന്നെ ജീവനോടെ മടക്കല്ലേ അല്ലാ. ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് എന്നെ നീ ജീവനോടെ മടക്കല്ലേ പടച്ചവന്. അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. രണ്ടുപേരും പിരിയുകയാണ്. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തതുപോലെ ഏറ്റവും വലിയ യോദ്ധാവിനെ പരാജയപ്പെടുത്തി. അവിടെ നിന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹ്, തന്റെ ആഗ്രഹം നടന്നല്ലോ, തന്റെ ആഗ്രഹം നടന്നല്ലോ. ഇനി അറിയേണ്ടത് കൂട്ടുകാരന്റെ ദുആയാ. തന്റെ കൂട്ടുകാരന്റെ ദുആ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു രണാങ്കണത്തിലൂടെ ഓടി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. രണ്ട് കൈയും കാണാനില്ല, കാല് കാണാനില്ല, മൂക്ക് മുറിച്ചെടുത്തിരിക്കുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് നിങ്ങൾ നോക്കുമ്പോ ചെവി മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. പടച്ചവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് നിങ്ങൾ തന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി മരണത്തോട് മല്ലടിക്കുമ്പോ അടുത്തു പോയിരിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞു, സഅദ്, നാളെ പടച്ചറബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അല്ലാഹു എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാമല്ലോ, കൈ കൊടുത്തെന്ന്, കാല് കൊടുത്തെന്ന്, ചെവി കൊടുത്തെന്ന്, മൂക്ക് കൊടുത്തെന്ന്, എന്റെ ശരീരം കൊടുത്തെന്ന്, എന്റെ ജീവിതം കൊടുത്തെന്ന് എനിക്ക് അല്ലാഹുവോട് പറയാമല്ലോ. സഅദേ, നീയാണടാ സാക്ഷി, സഅദേ, നീയാണടാ സാക്ഷി. നീ അല്ലാഹുവോട് പറയണം, ഞാൻ പറഞ്ഞത് മുഴുവനും നല്ല സത്യമാണെന്ന്, ഞാൻ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് നീ പറയണം. നീ അല്ലാഹുവോട് എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കണം. നീ അല്ലാഹുവോട് പറയണം, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. നീ അല്ലാഹുവിന്റെ മുമ്പിൽ പറയണേ സഅദ്. നീ സാക്ഷി പറഞ്ഞിട്ട് എനിക്ക് സ്വർഗ്ഗം വാങ്ങി തരണം സഅദ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളോട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് എന്ന് പറയുന്ന സ്വഹാബി മരണത്തോട് മല്ലടിക്കുമ്പോൾ പറയുകയാണ്, നാളെ പടച്ചറബിന്റെ മുമ്പിൽ വരുമ്പോ നീ പറയണം, ഞാൻ നല്ലവനായിരുന്നെന്ന്, ഞാൻ നല്ലവനായിരുന്നെന്ന്. നീ അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് എനിക്ക് സാക്ഷി പറഞ്ഞിട്ട് എനിക്ക് സ്വർഗ്ഗം വാങ്ങി തരണേ സഅദ്. അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ പറയുകയാ, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, പറയണമടാ പൊന്നുമോരെ, അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ പറയണം, പടച്ചവനെ എന്റെ കൂട്ടുകാരൻ നല്ലവനാ അല്ലാഹ്, നിന്നെ ഭയന്ന് ജീവിച്ചവനാ അല്ലാഹ്, തെറ്റു ചെയ്യാതെ ജീവിച്ചവനാ അല്ലാഹ്, ഞാൻ ഇവന്റെ കൂടെ നടന്നവനാണ് പടച്ചവര്, ഞാൻ ഇവളുടെ ഫ്രണ്ടാണ് പടച്ചവര്, ഞാൻ ഇവളുടെ ഫ്രണ്ടാണ് പടച്ചവര്, ഞാൻ തെറ്റ് ചെയ്തപ്പോ എനിക്ക് തിരിച്ചു തന്നവളാണ് പടച്ചവര്, ഇവളില്ലാതെ ഞാൻ സ്വർഗ്ഗത്തിൽ പോകില്ല അല്ലാഹ് എന്ന് നാളെ പടച്ചറബിന്റെ മുമ്പിൽ നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ കൂട്ടുകാരനാ. നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ചങ്ങാതി നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് നമുക്ക് സ്വർഗ്ഗം വാങ്ങി തരണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ചങ്ങാതി പറയോ, ഇപ്പൊ നമ്മുടെ കൂടെ ഒരുത്തം നടക്കുന്നുണ്ട്, അവനോട് ചോദിച്ചാൽ പറയും, നീ മലക്കാണെന്ന് വേണമെങ്കിലും പറയും, നീ തങ്ങളാണെന്ന് വേണം പറയും, നീ എത്ര വലിയ മഹാനാണെന്ന് വേണമെങ്കിലും പറയും. താത്ത നിന്റെ കൂടെ നടക്കുന്ന ആമിനാട് ചോദിച്ചു നോക്ക്, നീ ആരാണെന്ന് വേണമെങ്കിൽ അവൾ പറയും. പക്ഷെ ഒന്ന് പിണങ്ങി നോക്കിക്കേ, ഒന്ന് പിണങ്ങി നോക്കിക്കേ, നാളെ നട റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ ചരിത്രം വിളിച്ചു പറയും. തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളുടെ ഇടയിൽ ചർച്ച നിന്നെ കുറിച്ചാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്റെ ചങ്ക് തന്നെ നിന്റെ കഥ പറയും, നമ്മുടെ കൂട്ടുകാർ തന്നെ നമ്മളെ കുറിച്ച് പറയും. ആ പഴയ കഥകളൊക്കെ അവരങ്ങനെ അവിടെ പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്, സർവ്വതം കണ്ട് വിളിച്ചു പറയും. എന്റെ പ്രിയപ്പെട്ടവർ, ഈ കൂട്ടുകാരനല്ല, എടാ നീ തെറ്റ് ചെയ്താൽ നിന്നെ ഇന്ന് സുബഹിക്ക് പള്ളിയിൽ കണ്ടില്ലല്ലോ, എവിടെ പോയിരുന്നു ചോദിക്കുന്ന കൂട്ടുകാരൻ. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു എന്ന് ചോദിക്കുന്ന കൂട്ടുകാരൻ. എന്റെ പ്രിയപ്പെട്ടവരെ, തറാവീഹിന് പത്രക്കാലത്തായപ്പോൾ മുങ്ങിയല്ലോടാ, എവിടെ പോയടാ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരൻ. ഒരു വൃത്തികേടുകൾ ചെയ്യുമ്പോൾ എടാ ഇത് പാപമാണ്, ഇനി മേലാ ചെയ്യരുത്, ചെയ്താൽ നീയും ഞാനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു എന്ന് ഓർമ്മപ്പെടുത്തുന്ന കൂട്ടുകാരൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ കൂട്ടുകാർ തമ്മിൽ വല്ലാത്ത ബന്ധമാണ്. ഫ്രണ്ട്ഷിപ്പിന് പ്രതിഫലം പറഞ്ഞ ഏക മതം അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീന. രണ്ട് കൂട്ടുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? നിങ്ങൾ ഹദീസ് എടുത്ത് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഒരു സിംഹാസനത്തെ കുറിച്ച് പറയുകയാ, ഒരു വലിയ സിംഹാസനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. ഇത് പറയുമ്പോൾ സഹാബത്ത് നബിതങ്ങളോട് ചോദിച്ചു, നബിയെ ഇത് പ്രവാചകന്മാർക്ക് ഇരിക്കാനുള്ള സിംഹാസനമാണോ, ഇത് പ്രവാചകന്മാർക്ക് ഇരിക്കാനുള്ളതാണോ? നബിതങ്ങൾ പറഞ്ഞു, അല്ല.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഇത് പ്രവാചകന്മാർക്ക് ഇരിക്കാനുള്ളതാണോ? നബി തങ്ങൾ പറയുന്നു അല്ല, ഇത് ശുഹദാക്കൾക്കുള്ളതാണോ നബിയെ? നബി തങ്ങൾ പറഞ്ഞു അല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ സിംഹാസനമുണ്ടല്ലോ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും യഹ്യാ നബിയും സക്കരിയ നബിയും, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ കൊതിക്കുകയാണെന്നിരിക്കാൻ, ആ സിംഹാസനത്തിലൊന്നിരിക്കാൻ പ്രവാചകന്മാർ കൊതിക്കുകയാണ്. ബദറിലും മുഖദിലും ഹംദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി പോരാടി വീരിമത്യം വരിച്ച ശുഹദാക്കൾ കൊതിക്കുകയാണ് ആ സിംഹാസനത്തിലൊന്നിരിക്കാൻ. നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പ്രവാചകന്മാർ പോലും കൊതിക്കുന്ന, ശുഹദാക്കൾ പോലും കൊതിക്കുന്ന ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതാരാണ് നബിയേ? അതാർക്കുള്ളതാ നബിയേ? ഹജ്ജ് ചെയ്തവനല്ല, ഉംറ ചെയ്തവനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, പാവങ്ങളെ സഹായിച്ചവനല്ല, നോമ്പ് പഠിച്ചവന്റെ പ്രതിഫലമല്ല, ഖുർആൻ പഠിച്ചവന്റെ പ്രതിഫലമല്ല, ആ സിംഹാസനത്തിൽ ഇരിക്കാൻ അർഹതയുള്ള മനുഷ്യനാരാണെന്നറിയുവോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 ഫ്രണ്ട്സുകൾക്കാ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാര്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാര്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സിംഹാസനമാ. ചെറുപ്പക്കാരാ, സ്നേഹിച്ചാൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കടാ. നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, പണം കണ്ടിട്ടല്ല, അധികാരം കണ്ടിട്ടല്ല, കുടുംബ മഹിമ കണ്ടിട്ടല്ല. മക്കളെ, നല്ലവന്റെ കൂടെ നടക്കണേ, നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കണേ, നല്ലവന്റെ കൂടെ വേണം നടക്കാൻ. നല്ല കൂട്ടുകാരിയെ തിരഞ്ഞെടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിൽ 2ാമത് മുതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്കി നീട്ടി വരുന്നവർ, പൊഴുത്തു നാറിയവരെ പോലെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം 41 കോലത്തിൽ കടന്നു വരുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, പെങ്ങളെ വിയർക്കുന്നില്ലേ മോളെ? ഇരിക്കുന്ന ഫർദിയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ വല്ലാതെ പ്രയാസപ്പെടുന്നമ്മ. ചൂടെടുക്കുന്നില്ലേ ചെറുപ്പക്കാരാ? 11 മണി കഴിഞ്ഞടാ, എന്നിട്ട് പോലും നിനക്ക് ചൂടെടുക്കുന്നു. വല്ലാത്ത ചൂടാണെന്ന് പറയുന്ന യുവത്വമേ, ഇതൊക്കെ ചൂടാണെന്ന് ആരാ പറഞ്ഞത്? നാളെ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അന്ന് സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ചെമ്പിന്റെ തറയിലെ ചെരുപ്പിടാതെ തുണിയില്ലാതെ ഞാൻ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ വിയർപ്പ് എവിടെയാ മോളെ? ചൂടുള്ള നാളുണ്ട്, യാവം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വൻദോശ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. മോളെ, ചോറ് വെക്കുന്ന സമയത്ത് കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് മുകളിലൂടെ പുറത്തേക്ക് വരുന്നത് കാണാറുണ്ടല്ലോ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെയും നിങ്ങളുടെയും തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസറാ. വല്ലാത്ത ചൂടാ ഉമ്മ. വിയർപ്പ് ചെയ്ത പാവത്തിന്റെ കണക്കനുസരിച്ച് മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ വിയർപ്പ് താഴാതെ നിൽക്കുന്ന ദിവസമാണ് മസറാ. അന്ന് ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു സ്റ്റേജേ ഉള്ളൂ. കോടാരി 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 വരുന്ന ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു സ്റ്റേജ് കാണാ. ആ സ്റ്റേജ് എവിടെയാണെന്നറിയോ? അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാ. ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴെ ഒരു സ്റ്റേജ് കാണാ ചെറുപ്പക്കാരാ. അന്നത്തെ വിവിഐപികൾ 7 വിഭാഗമാ. 7 വിവിഐപികൾക്ക് അന്നവിടെ ഇരിക്കാനുള്ള പാസുള്ളൂ. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, വാ ചെറുപ്പക്കാരാ, വാ പെണ്ണ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച ഫ്രണ്ട്സുകള്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാര്, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ ഇന്ന് പാസുണ്ട്, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള അവസരമുണ്ട്. ആ സ്റ്റേജിലേക്ക് അല്ലാഹു നിന്നെ കയറ്റുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, നിങ്ങളെ നീ നല്ലവളാണ്, നല്ല കുടുംബത്തിൽ പിറന്നവളാണ്, ഫർദയും ഹിജാബ് വിട്ട് നടക്കുന്നവളാണ്, എന്തിനാ മോളെ ആ വൃത്തികെട്ടവരുടെ കൂടെ നടക്കുന്നത്? അവൾക്ക് മോശമായ സ്വഭാവമല്ലേ? എടാ ചെറുപ്പക്കാരാ, നീ നല്ലവനാണല്ലോടാ, എന്തിനാ കഞ്ചാവടിക്കുന്നവന്റെ കൂടെ നടക്കുന്നത്? ആര് പറഞ്ഞാലും കേൾക്കൂല, ഉമ്മയും വാപ്പയും പറഞ്ഞാ കേൾക്കൂല, അവന്റെ കൂടെയേ നടക്കൂ. ചോദിച്ചാ പറയും, അവൾ എന്റെ ഫ്രണ്ടാണ് ഉസ്താദ്, അവൻ എന്റെ ചങ്കാണ് ഉസ്താദ്. എടാ ചെറുപ്പക്കാരാ, നീ അവന്റെ കൂടെ നടന്നാ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? യാ വൈലതാ ലൈതനീ ലം അത്തഖിദു ഫുലാനൻ ഖലീലാ.
എടാ നശിച്ചവരെ, ഇനിയും നശിച്ചവളെ, നിന്റെ കൂടെ കൂടാതിരുന്നെങ്കിൽ, നീയുമായിട്ട് കൂട്ടുകൂടാതിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നാളെ പരലോകത്ത് കിടന്ന് പരസ്പരം തമ്മിലടിക്കുന്നത് കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, അള്ളാഹിനെ പേടിയുള്ളവന്റെ കൂടെ കൂട്ടുകൂടണേ. അവന്റെ കൂടെ നടന്ന അവൻ അള്ളാഹിനോട് പറയും, അല്ലാ ഞാൻ സാക്ഷി പറയുന്നു റബ്ബേ, ഇവൻ നല്ലവനാണല്ലാ, ഇവൾ നല്ലവളാണല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ എന്ന് നാളെ പടച്ചവനോട് സാക്ഷി പറഞ്ഞാൽ സ്വർഗ്ഗമുണ്ടെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നല്ലവരുമായിട്ട് ബന്ധമുണ്ടാകൂ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, നല്ലവന്റെ കൂടെ നടന്നാൽ എടാ ചന്ദനം ചാരിയാ ചന്ദനം മണക്കും. നല്ലവന്റെ കൂടെ നടന്നാ നീ നല്ലവനാകും. ഏത് മോശക്കാരനും നല്ലവന്റെ കൂടെ നടന്നാൽ നന്നാകും. നല്ലവൾ മോശക്കാരന്റെ കൂടെ നടന്നാ നീയും അങ്ങോട്ടായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചങ്കിനെ മാറ്റാൻ സമയമായി. നിങ്ങളുടെ ചങ്കിനെ മാറ്റാൻ അവനിങ്ങനെ കൂടെ നടക്കുന്നുണ്ട് രാവും പകലും. നല്ലവന്റെ കൂടെ നടക്ക്, നല്ല കൂട്ടുകാരി ഉണ്ടാക്കിയെടുക്ക്, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക. ബക്കറ്റ് എടുക്കാൻ സമയമായോ? ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. സ്കാനർ വരെ ഉണ്ടല്ലോ പഠിച്ചവനെ. കൊള്ളാം, കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹിക്ക് പൈസ വല്ലതും വേണോ? അള്ളാഹിക്ക് നിന്റെ പൈസ വല്ലതും വേണം? അള്ളാഹിക്ക് നമ്മുടെ പൈസ ഒന്നും വേണ്ട. അള്ളാഹുവിന്റെ ആവശ്യത്തിനുണ്ട്. ആവശ്യക്കാരൻ നമ്മളാ. ഇവിടെ നമ്മൾ സദഖ കൊടുത്താൽ നമുക്കുണ്ടാകുന്ന നേട്ടം അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. സദഖ വിപത്തുകളെ തട്ടിമാറ്റും, അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാറാരോഗങ്ങൾ. അത് ഏത് മരുന്ന് കഴിച്ചിട്ട് എന്റെ രോഗം മാറുന്നില്ല. മക്കളെ നബിതങ്ങൾ പഠിപ്പിച്ചെന്നറിയോ? അള്ളാഹിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവർ സദഖ കൊടുത്തിട്ട് ചികിത്സിക്കും. അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ആരാ പോണേ ബക്കറ്റുമായിട്ട്? ബക്കറ്റും കൊണ്ട് പോണ ചങ്ങാതി. ബക്കറ്റുമായിട്ട് പോകുന്ന ആൾക്ക് നാണം പാടില്ല. ലജ്ജയില്ല. ഞങ്ങളുടെ പള്ളിയിൽ എനിക്കിപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വെള്ളിയാഴ്ച ബക്കറ്റ് എടുക്കുന്ന ചങ്ങാതിയാണ് ഷാജി എന്ന സഹോദരൻ. ഞങ്ങളുടെ ജമാഅത്തിന്റെ കമ്മിറ്റി അംഗമാണ്. ഈ നാടുമായിട്ട് അദ്ദേഹത്തിന് ആരുമായിട്ട് ബന്ധമുണ്ട്. എന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച ബക്കറ്റ് എടുക്കുന്ന ആളെ ഷാജിക്ക. എല്ലാ വെള്ളിയാഴ്ചയും പള്ളി കമ്മിറ്റിക്കാരാണ് ഞങ്ങളുടെ നാട്ടിൽ. എന്റെ മഹലിൽ ബക്കറ്റ് എടുക്കുന്നതാരാ? പള്ളി കമ്മിറ്റിക്കാരാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഏതെങ്കിലും പള്ളി കമ്മിറ്റിക്കാരൻ എടുക്കോ? പ്രസിഡന്റോ സെക്രട്ടറി ആരെങ്കിലും ബക്കറ്റ് എടുക്കോ? നാണം. ഞാനോ എടാ, നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം അറിയാനട്ടാ. പിന്നെ പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ കറങ്ങനെ കസേരിയിരിക്കണമെന്ന് വിചാരിച്ച് എടാ, ഏത് പള്ളി കമ്മിറ്റിക്കാരനാണ് പിരിവെടുക്കുന്നത്? പോട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അദ്ദേഹം ഞങ്ങളുടെ പള്ളിയിലെ കമ്മിറ്റിയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഉമ്മാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സഹോദരനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പൊരുത്തം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ബക്കറ്റുമായിട്ട് പോകുന്ന ചങ്ങാതിക്ക് നാണം പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവരുടെ മുമ്പിൽ പോയിട്ട് പിരിച്ചോ, രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ്, എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുക. ആണാകട്ടെ പെണ്ണാകട്ടെ, വെറുതെ കൊടുക്കണ്ട. ഒരു നിയ്യത്ത് മനസ്സിൽ കരുത്. അല്ലാഹുവേ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണം. എന്നെ അറുത്തു മുറിക്കരുത്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ നീ കരിച്ചു കളയണം, എന്നെ രക്ഷപ്പെടുത്തണം. ഈ ഒരു നല്ല നിയ്യത്തോടു കൂടി സദഖ കൊടുക്കുക. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദഖ കൊടുക്കുന്നുണ്ടോ, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, പടച്ചവനെ നീ അവരെ രക്ഷപ്പെടുത്തണേ തമ്പുരാൻ. അപകടങ്ങൾ, അപകട മരണങ്ങൾ, ദുരന്തങ്ങൾ, ദുർമരണങ്ങൾ അല്ലാ നീ കാക്കണേ അല്ലാ. ഈ ബക്കറ്റിന്റെ അകത്താരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ, അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന്, നല്ല ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണം. കൂട്ടുകാരില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും കൂട്ടുകാരാ. എടാ, ഇന്ന് ഗ്രൂപ്പുകളുടെ കാര്യം, ഉംറയ്ക്ക് പോയിട്ട് വന്ന ഗ്രൂപ്പ്, ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, മഹല്ല് ഗ്രൂപ്പ്, മദ്രസ ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പ്, മൊത്തം ഗ്രൂപ്പ്. ഞാൻ എടുത്ത് നോക്കുമ്പോൾ വാപ്പമാർ മൊത്തം ഇപ്പോൾ ഫേസ്ബുക്കില്ല. ഇപ്പൊ ചെറുപ്പക്കാരും ഫേസ്ബുക്കിലില്ല, പ്രായമുള്ളവർ മുഴുവൻ ഫേസ്ബുക്കിൽ ഇരിക്കുകയാണ്. എല്ലാത്തിനും ഇപ്പൊ ഗ്രൂപ്പാ. എന്താ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ഇന്ന് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രൂപ്പ്, ഇന്നത്തെ ഉമ്മമാരും ഉപ്പമാരൊക്കെ വാട്സപ്പിലും ഗ്രൂപ്പുകൾ. ഏത് ഗ്രൂപ്പ്? 1985 സ്കൂളിൽ പഠിച്ച ആമിന ഇപ്പോഴാ ചാറ്റുന്ന വാപ്പ. എന്ന് ആലോചിക്കേ, മൂക്കിൽ കവറി മരണമായി, മുടിയൊക്കെ നരച്ചു. ഉമ്മാമ ഇപ്പൊ ചാറ്റുന്ന ആരെന്നറിയോ? 1990 10ാം ക്ലാസ്സിൽ പഠിച്ച അബൂബക്കർ ഇപ്പോഴാ ചാറ്റുന്നത്. വാപ്പായും മക്കളെയും കെട്ടിച്ചു, കൊച്ചുമക്കളെയും കെട്ടിച്ചു. എന്നിട്ട് വാപ്പ ഇപ്പൊ ചാറ്റ ആമിന. നീ ആ വരുന്ന വരക്ക എന്നെ മനസ്സിൽ ഓർമ്മയുണ്ടടി. ഇപ്പൊ മുടിയൊക്കെ നരച്ചു, ചാറ്റിക്കൊണ്ടിരിക്കുക. ഒളിച്ചോട്ടം തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. കഴിഞ്ഞ വർഷത്തെ കണക്ക് നിങ്ങൾ എടുത്ത് നോക്ക്. 2778 പേരാ ഒളിച്ചോടിയത്. എങ്ങനെ? ഗ്രൂപ്പിലൂടെ. നല്ല രസമുണ്ട്. ഉപ്പാപ്പായും ഉമ്മാമായും. സുബ്ഹാനല്ലാഹ്, ഗ്രൂപ്പ് കൊണ്ട് അങ്ങനെ പ്രയോജനമുണ്ട്. വയസ്സാം കാലത്ത് CC അടിച്ച് തീരാറായി. അവിടെ എങ്ങനെ ആമിന എന്ന് പറഞ്ഞിരിക്കുന്നത്? നല്ല പരിപാടികളാണ്. അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, പോട്ടെ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. 2 നിർത്താറായോ? ഇനി 15 മിനിറ്റ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് 12 മണിക്ക് നിർത്താൻ ഞാൻ പറഞ്ഞു. ഇപ്പോൾ 11:40 ഇനി ആകെ ഉള്ളത് കുറഞ്ഞ സമയമുള്ളൂ. എന്ത് വേണം? വേണോ വേണ്ടയോ? നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയും, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകും. നിങ്ങളെ കാലം ധൃതി എനിക്കാ. എന്റെ മോൻ ചോദിക്കുന്ന വാപ്പായ്ക്ക് എന്നെ കാണണ്ടേന്ന്. കാരണം 10-15 ദിവസമായി കണ്ടിട്ടതുകൊണ്ട്. എന്താ വേണോ വേണ്ടേ? പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്കേ. എന്താ താത്താമാരെ വേണ്ടേ? ഒന്ന് കൈപൊക്കിക്കേ. ഭൂരിപക്ഷം പേര് കൈപൊക്കിയാ പറയാം. പൈസ ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ കാണാനാണ്. പിരിവ് ചോദിക്കുമ്പോൾ ഇതുപോലെ കാണാൻ കൈയൊക്കെ വെക്കാൻ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2 മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ലോകമറിയുന്ന പണ്ഡിതനായ മഹാനവർകൾ. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ ഏത് മനുഷ്യനും കരയും. ആ ചരിത്രം കരയാതെ ആകാശത്തോട് കണ്ട് കരഞ്ഞവരെ
ആകാശദൂത് കണ്ട് കരയുന്നവരെ, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിക്കണം. കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ കഴിയും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണമെടുത്തു. മഹാനവറുകൾക്ക് തന്നെ മരണമെടുത്തെന്ന് മനസ്സിലായപ്പോൾ പോയി കുളിച്ച് റെഡിയായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. അവിടെ നിന്ന് നല്ല രീതിയിൽ കുളിച്ച് തയ്യാറായി മരണത്തിന് വേണ്ടി ഒരുങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാനുള്ള തയ്യാറെടുപ്പോടെ, മരണത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പോടെ റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു. അങ്ങനെ മരണമെടുത്തു എന്ന് മനസ്സിലായി കുളിച്ചൊരുങ്ങി തയ്യാറായി മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ റൂമിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമാനെ കാണുകയാണ്. തന്റെ പ്രിയതമ ഫാത്തിമയെ കണ്ടു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഫാത്തിമാനെ അടുത്ത് വിളിച്ചു. തന്റെ ഭാര്യയായ ഫാത്തിമയെ അടുത്ത് വിളിച്ചു. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാൻ പോവുകയാണ്. എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, നീ എനിക്ക് പൊരുത്തം തരണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തന്റെ പ്രിയതമയോട് സംസാരിക്കുകയാണ്. മരണവാർത്ത പറയുമ്പോൾ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയാതെ വല്ലാതെ കരയുന്നുണ്ട്. അങ്ങനെ വസിയത്തുകളൊക്കെ കൊടുത്തു. രണ്ടുപേരുടെയും സംസാരം ഇങ്ങനെ നീണ്ടുപോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ മിണ്ടാതെ നിന്ന് കരയുകയാ. കരയുന്ന പ്രിയതമയെ കണ്ടപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല പറഞ്ഞു, ഫാത്തിമ, നീ കരയല്ലേ, റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കാൻ. ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഈ മരണത്തിന്റെ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കിട്ടുന്ന അവസരമാണല്ലോ, ഇപ്പോഴല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്, എന്തിനാണ് നിങ്ങൾ എന്നെ പുറത്താക്കുന്നത്? എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ കരഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാൻ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഫാത്തിമ, വെറുപ്പുള്ളത് കൊണ്ടല്ല ഫാത്തിമ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ഫാത്തിമ. പിന്നെ എന്തിനാണ് റൂമിന്റെ പുറത്തിറങ്ങാൻ പറയുന്നത്? അതാ മനുഷ്യനും ജിന്നുകളും അല്ലാത്ത ഒരു വിഭാഗം വരുന്നു. എന്റെ അതിഥികൾ വരുന്നു, എന്നെ കാണാൻ അതിഥികൾ വരുന്നു. നീ എന്റെ അടുത്ത് നിൽക്കരുത്, നീ എന്റെ ചാരത്ത് നിൽക്കരുത്. ഒന്നിറങ്ങു ഫാത്തിമ, ഒന്ന് പുറത്തേക്ക് പോ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, നീ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. അതിഥികൾ വരുന്നു ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ. സ്വാലിഹത്തായ ഭാര്യ ഭർത്താവ് പറയുന്നതനുസരിക്കുകയാണ്. വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കുകയാ. പടച്ചവനെ, ഭർത്താവ് മരണത്തിന്റെ വേളയിൽ അകത്ത് കിടക്കുമ്പോ ഭാര്യ വാതിലടച്ച് പുറത്തു നിന്ന് കരയുകയാണ്. ഫാത്തിമയ്ക്ക് സങ്കടമായി. അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ, എന്റെ ഭർത്താവിനെ കാണാൻ ആരാ വരുന്നത്? ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ. എന്റെ ഭർത്താവിനെ കാണാൻ ആരാണ് വരുന്നത്? ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ അടച്ച വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ റൂമിന്റെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയുവോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായീലിനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാ. അസ്റായീലിനോട് സലാം പറയുകയാ. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ റൂമിന്റെ അകത്തേക്ക് ഇറങ്ങി വരുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അവിടെ നിന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറയുകയാണ്. തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വന്നിരിക്കുകയാണ്. ഫാത്തിമ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് ഫാത്തിമ ചിന്തിക്കുന്നു, പടച്ചവരേ, തന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത്? ഫാത്തിമ വീണ്ടും ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ മരണം എങ്ങനെയാണെന്ന് നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയുമോ? ഖുർആൻ ഓതുന്നു പെങ്ങളെ. റമദാൻ മാസത്തിലല്ല, നിസ്കാരപ്പായിലിരുന്നിട്ടല്ല, അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അവിടെ നിന്ന് ഖുർആൻ ഓതുകയാണ്. സാധാരണ ആയത്തല്ല ഓതിയത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പാരായണം ചെയ്ത ആയത്ത് ഏതെന്നറിയുമോ? തിൽഖദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഓതുകയാണ്, തിൽഖദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെക്കുറിച്ച് പാരായണം ചെയ്യുകയാ. വാതിലിന്റെ ഇടയിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞതെന്തെന്നറിയുമോ? ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. നല്ല മരണം അല്ലാഹു വെറുതെ തരൂല. ആർക്കാണ് പടച്ച റബ്ബ് നല്ല മരണം കൊടുക്കുന്നതെന്നറിയുമോ? വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ ഫാത്തിമ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്ന് ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്. കഫം തുണിയെടുത്ത് മുഖത്തേക്ക് ഇടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് അവസാനമായി നോക്കിയിട്ടൊന്ന് ചിരിക്കുകയാണ്. കഫം തുണിയെടുത്ത് മുഖത്തിട്ടിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ശഹാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ല ചെറുപ്പക്കാരാ,
ചെറുപ്പക്കാരാ, റൂമിന്റെ അകത്തനക്കമില്ല. ഭാര്യ വാതിൽ തുറന്നിട്ട് ഓടി ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമാണെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്. റൂമിന്റെ അകത്ത് എന്ത് സുഗന്ധമാണ്! മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ തന്റെ ഭർത്താവിന്റെ പ്രകാശിക്കുന്ന മുഖം കണ്ടപ്പോ അല്ലാഹുവേ, ഫാത്തിമയുടെ കണ്ണ് നിറയുകയാണ്. നാട് മുഴുവനും അറിയുകയാണ്. ജനങ്ങൾ മുഴുവനും കടന്നു വരികയാണ്. കണ്ടവർ പറയുന്നു, എന്തൊരു പ്രകാശമാ അല്ലാ, എന്തൊരു ചിരിയാ അല്ലാ, എന്തൊരു സുഗന്ധമാ അല്ലാ. നാട് മുഴുവനും പറയുകയാണ്. അവിടുത്തെ ജനാസ കുളിപ്പിച്ചു, അവിടെ നിന്ന് കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ജനാസ കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരി ഖബറിന്റെ മുകളിൽ ഇടുകയാണ്. ഖബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ല വാപ്പാ, ഒരാളും പോകുന്നില്ല. സാധാരണ മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ ഖബറടക്കി കഴിഞ്ഞപ്പോ വന്നവരാരും പോകുന്നില്ല. വലിയ ചർച്ചയായടോ. എന്തൊരു മരണമാ പടച്ചവന്. അസ്റായിലിനോട് സലാം പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്തു, ഭാര്യയോട് യാത്ര പറഞ്ഞു, ശഹാദത്ത് കലിമ പറഞ്ഞു. എന്തൊരു പ്രകാശമാ, എന്തൊരു ചിരിയാ, എന്തൊരു സുഗന്ധമാ. നാട് മുഴുവനും പറയാൻ തുടങ്ങിയടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്യുകയാണ്. എങ്ങനെ റബ്ബേ ഇങ്ങനെ ഒരു മരണം കിട്ടാനുള്ള കാരണം അറിയണമല്ലോ. എല്ലാവരും രണ്ടാമതും പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്.